Good morning to all. Good morning, Miss. Good morning, ma'am. Yeah, good morning. Okay, start ചെയ്യാട്ടോ നമുക്ക്. Yeah, morning to all. So start ചെയ്യാട്ടോ. Start with prayer. Okay. Good morning, ma'am. Good morning, friends. Prayer. There shall be shows of blessing. This is the promise of love. There shall be season refreshing sent from the Savior above. Shows of blessings, shows of blessings we need. Mercy drops round us were falling, but for the shores of we plead. Thank you, ma'am. Thank you, friends. Okay, what is next? ഞാൻ thought of the day പറയാം. Behavior is always greater than knowledge because in life there are many situations where knowledge fails, but behavior can still handle. അറിവിനേക്കാൾ എപ്പോഴും വലുത് പെരുമാറ്റമാണ്. കാരണം അറിവ് പരാജയപ്പെടുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അവിടെയും പെരുമാറ്റം കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. താങ്ക് യു മാം. Okay. A warm So welcome for Ashwari Miss and all my dear friends to this class. okay, so thank you and once again good morning to all. നമുക്കറിയാം ഇന്ന് ക്ലാസ് എടുക്കണം അല്ലെ? റിപ്പോർട്ട് സ്പീച്ച് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? പറയൂ. ഗ്രൂപ്പ് 2ന്റെ ഇമ്പാരറ്റീവ് സെന്റൻസിന്റെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. റെഡി ആണല്ലോ എല്ലാവരും അല്ലെ? യെസ് മാം. യെസ്. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നമ്മളോട്. നമുക്ക് ഫോണറ്റിക്സിന്റെ ക്ലാസ് വെക്കണം. ഓക്കെ, ഇംഗ്ലീഷില് ഫോണറ്റിക്സ് ഇനി എടുക്കാൻ ടൈം ആയിട്ടുണ്ട്. സോ ഫോണറ്റിക്സ് ക്ലാസ് വെക്കണമെങ്കിൽ എന്നത്തേക്ക് അത് ഓക്കെ ആണ്? സാറ്റർഡേ ആണോ അല്ലെങ്കിൽ അത് അല്ലാതെ വർക്കിംഗ് ഡേയ്സിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ റെഗുലർ ക്ലാസ്സിന്റെ ഡേയ്സ് എപ്പോഴെങ്കിലും വെച്ചാലും മതി? വാട്ട്സ് യുവർ പ്രിഫർ? എന്താ പ്രിഫർ ചെയ്യുന്നത്? മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് 11:30 ക്ലാസ് ഉണ്ട്, നിങ്ങളുടെ റെഗുലർ ഡിപ്ലോമ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 1:30 ആണോ PG വരുന്നത്? 1:30 ആണോ? 1:30 തൊട്ട് 2:30 വരെ മാം. 1:30 to 2:30 PG ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സാറ്റർഡേ ഓക്കെ ആണോ? സാറ്റർഡേ ഓക്കെ ആണെങ്കിൽ സാറ്റർഡേ വെക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന എപ്പോഴാണോ, അല്ലെങ്കിൽ 2:30 to 2:30 മുതലോ അല്ലെങ്കിൽ 10:30 മുതലോ ക്ലാസ് വെക്കേണ്ടതായിട്ട് വരും. എന്താണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? എന്താണ്? എന്തിന്റെ ക്ലാസ് ആണ്? ഫോണറ്റിക്സ് ആണ്, ഇംഗ്ലീഷ് ക്ലാസ് ആണ്, ഫോണറ്റിക്സ് ആണ്. അത് നമുക്ക് എന്തായാലും ഒരു ക്ലാസ് പോകും, 4 ക്ലാസ് പറയാൻ പറ്റില്ല. സോ 10:30 മതി മാം. 10:30 ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്? കാരണം ചോദിക്കാൻ കാരണം സാറ്റർഡേസില് മിക്ക സ്റ്റുഡൻസിനും കുട്ടികളെ വീട്ടിലുള്ളതുകൊണ്ട് ക്ലാസ്സിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളല്ല, വേറെ സ്റ്റുഡൻസ് പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു വന്ന പിന്നെ നോക്കാം, വേറെ മാം അതെ ദിവ്യ പറഞ്ഞ പോലെ 10:30 പറ്റില്ല മാം. അല്ലെങ്കിൽ ഈവനിങ് ടൈം ആക്കാവോ? 3:30 വരെ ഞാൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ എടുക്കില്ല. നമുക്കിവിടെ ഓഫീസ് പോക്കി 3:30 വരെയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ഇല്ല. എന്താ ചെയ്യണ്ടേന്ന് പറയും നിങ്ങള്? ഞാൻ ഇപ്പൊ ക്ലാസ് വെക്കണം. 2:30 മുതൽ 3:30 വരെ കുഴപ്പമില്ല. എല്ലാരും ചോദിച്ചിട്ടായാലും കുഴപ്പമില്ല മാം. 2:30 നിങ്ങൾ പറയൂ എല്ലാവരും 2:30 മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. 2 മണിക്കൂർ നിങ്ങൾ ഇരുന്നാൽ മതി. മീൻസ് PG കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാം.
ഓക്കെ, നിങ്ങൾക്ക് പിന്നെ ബ്രേക്കിന്റെ ആവശ്യമില്ല. ഓൾറെഡി ഫോണ്ടെക്സ് ക്ലാസ്സിൽ എന്തായാലും ബ്രേക്ക് ഉണ്ടാവും. കണ്ടിന്യൂസ് ക്ലാസ് ഞാൻ എടുക്കില്ല. പ്രാക്ടീസ് സെഷനാണ്. പ്രാക്ടിക്കൽ സെഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബ്രേക്ക് ഉണ്ടാവും. എന്താ ചെയ്യേണ്ടതെന്ന് പറയും. ഇപ്പൊ പറയണം. എന്നാൽ എനിക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ക്ലാസ് ഫിക്സ് ചെയ്യണം, എനിക്ക് പ്ലാൻ ചെയ്യണം. ഈ 2 മാസം ഉണ്ടാവും. എടുക്കാം. ജൂലൈ ഓഗസ്റ്റ് ഉണ്ടാവോ ഈ ക്ലാസ് ഇംഗ്ലീഷിന്റെ? എനിക്ക് ജൂലൈയിൽ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യണം. ജൂലൈയിൽ മീൻസ് പ്രാക്ടിക്കൽ സെഷൻ ആയതുകൊണ്ട് തന്നെ എന്റെ ക്ലാസ് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണ്ടേ? കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരണം. കാരണം കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, അത് ആദ്യം മനസ്സിലാക്കണം. ഒരു ടീച്ചിങ്ങിന് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോ ആദ്യം ചോദിക്കുന്ന ചോദ്യം കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റിൽ ക്ലാസ് എടുക്കാൻ പറയവര്. സോ അത് കോണ്ടെക്സ്റ്റ് അറിയാത്ത ഒരാൾക്കും ക്ലാസ് എടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. കഴിഞ്ഞ ബാച്ചസിൽ പാസ് ഔട്ടായി പോയവര്, പാസ് ഔട്ടായി പോയവരല്ല, ഞാൻ 14th ഒരു ബാച്ച് ഉണ്ടായിരുന്നു, FT14. ഈ 14 ബാച്ചില് ഞാൻ കോണ്ടെക്സ്റ്റ് എടുത്തില്ല. കാരണം എന്റെ ബാച്ച് അല്ല കേട്ടോ, ഞാനായിരുന്നു ഇംഗ്ലീഷ് ക്ലാസ് അവിടെ. സോ ആ കോണ്ടെക്സ്റ്റ് എടുക്കാൻ ഞങ്ങൾ എല്ലാവരും വിട്ടുപോയി. ഞാൻ എന്റെ ബാച്ച് ആണെങ്കിൽ അത് അങ്ങനെ റെഗുലർ ആയിട്ട് പോകും. പക്ഷെ എന്തോ കാരണവശാൽ എല്ലാവരും മറന്നു, കോണ്ടെക്സ്റ്റ് ക്ലാസ് കൊടുത്തില്ല. എക്സാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു പോയി. ഒരു കുട്ടിയില്ല, കുറച്ച് പേര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ ഫസ്റ്റ് ചോദിച്ച ചോദ്യം അതാണ്. കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ആ കുട്ടിക്കൊന്നും പറയാൻ കിട്ടിയില്ല. കാരണം അറിയാത്തൊരു സബ്ജക്റ്റ് ആണ്. സോ അങ്ങനെ കുട്ടിയെ ഫെയിലായി, ഇന്റർവ്യൂ പാസ്സായില്ല. അപ്പോ അതുകൊണ്ട് അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ ഫോണ്ടെക്സിനുണ്ട്. അത് മാത്രമല്ല, ഒരു 16th ബാച്ചിന്റെ സ്റ്റുഡന്റ് ആണെങ്കിലും ആ സ്റ്റുഡന്റ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് സ്കൂൾ സെക്ഷനിലായതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ആണ് ആള്. സോ ടീച്ചേഴ്സ് എത്ര ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാലും, എത്ര ടോപ്പർ ആണെന്ന് പറഞ്ഞാലും, അവർ ചോദിക്കുന്നത് ഡെമോ ക്ലാസ്സിലെ കോണ്ടെക്സിനെ ചോദിക്കും. കാരണം ആ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എന്താണ് ടീച്ചിങ്, മനസ്സിലായോ? ഇന്റർവ്യൂ പാസ് ആവണമെങ്കിൽ അതിന്റെ സ്കില്ലാണ്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ക്ലാസ് കുറച്ചുകൂടി നീട്ടാന്ന് വിചാരിച്ചു. അത് നിങ്ങളെ കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, ക്ലാസ് എടുപ്പിക്കണം എന്നൊക്കെ ഒരു നിയമമുണ്ട്. നിയമം മീൻസ് അത് ചെയ്താൽ അത്രയും നല്ലതാണ്. 2 ഡേയിൽ ഒരു ഡേ ഞാൻ പറയാം, ടൈം ഞാൻ പറയാം. അപ്പോ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ക്ലാസ് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ക്ലാസ് എടുക്കാൻ നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്തേ പറ്റും, അത് നിർബന്ധമാണ്. ഓക്കെ, ഇംഗ്ലീഷ് പഠിച്ച ഒരാൾക്ക് കോണ്ടെക്സ്റ്റ് എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് ചുമ്മാതാണ്. കോണ്ടെക്സ്റ്റ് വേറെ, ഇംഗ്ലീഷ് വേറെ. ഇംഗ്ലീഷ് ലാംഗ്വേജ് വേറെ, ഫോണ്ടിക് ലാംഗ്വേജ് വേറെ. രണ്ടും രണ്ടാണ്. പഠിക്കാൻ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ കുറച്ച് ക്ലാസ് കൊണ്ട് ഞാൻ അത് ചുരുക്കി ജസ്റ്റ് ഒന്ന് നമുക്ക് സമ്മറൈസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ബാക്കി നിങ്ങൾ ചെയ്യേണ്ടതാണ്. കേട്ടല്ലോ? അതിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ക്ലാസ് ചിലപ്പോൾ 4 or 5 ക്ലാസ് നീണ്ടുപോയേക്കാം. അത് നിങ്ങൾ തന്നെ കോപ്പറേറ്റ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൂടെ നിൽക്കാം. നിങ്ങൾ തന്നെ പഠിക്കുക. എത്രയും പറയാനുള്ളൂ. കേട്ടല്ലോ? ഇനി ക്ലാസ്സിലേക്ക് വരാം. 2:30 എല്ലാവരും ഓക്കെ ആണോ? അത് പറയുക ആദ്യം. അത് പറയും. 2:30 എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ മിസ്സേ. ഓക്കെ ആണ്, എല്ലാവരും ഓക്കെ ആണ്. ബിസ്മി ഓക്കെ അല്ല? എന്ത് പറ്റി ബിസ്മിയ? മാം എനിക്ക് ആ ടൈം പറ്റില്ല. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്. അപ്പൊ 2 മണിയാകുമ്പോ തന്നെ മോള് വരും. മോള് പ്ലേ ക്ലാസ്സിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പം 2 മണി വരെ ഉള്ള മോള് 2 മണിയാകുമ്പോൾ വരും. PG ക്ലാസ് തന്നെ ഞാൻ കഷ്ടിച്ചാണ് കേൾക്കാറ്. റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ പിന്നെ ടൈം കിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ മോനും വരും. പിന്നെ എനിക്ക് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. റെക്കോർഡ് ഉണ്ടാവുമോ? റെക്കോർഡ് ഉണ്ട്. പക്ഷെ ഒരു ദിവസം വന്ന് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യണം. മീൻസ് ക്ലാസ് എടുക്കണം ഒരു ദിവസം. അല്ലെങ്കിൽ നമ്മള് സാറ്റർഡേ വല്ലതും വെച്ചിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പിന്നെ ഈവനിങ് സെക്ഷൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷെ ഡേ ടൈം പറ്റില്ല. 10:30 ആർക്കൊക്കെ പറ്റില്ല? എനിക്ക് പറ്റില്ല മാം. എന്താ ഞാൻ ചെയ്യണ്ടേ? എന്തായാലും കോണ്ടെക്സ്റ്റ് ക്ലാസ് എനിക്ക് വെച്ചേ പറ്റൂ. ഒന്നില്ലെങ്കിൽ ശനിയാഴ്ച, അല്ലെങ്കിൽ ഇതേപോലെ ഫ്രീ ടൈം സാറ്റർഡേ എനിക്ക് കുഴപ്പമില്ല കേട്ടാ. പക്ഷെ 10:30 പറ്റൂല. വേറെ ഏതെങ്കിലും ടൈം മതി. സാറ്റർഡേ ആണെങ്കിൽ നമ്മൾ മോർണിംഗിലാണ് പ്രിഫർ ചെയ്യുക. 11 to 12 അങ്ങനെയാണ് എടുക്കാറ്. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഒന്ന് റെസ്പോണ്ട് ചെയ്തേക്കാം, ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ.
അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങളും കൂടെ മാം ശനിയാഴ്ച മാത്രമേ ഉള്ളൂ, ശനിയാഴ്ച ഉള്ളൂ, ഡെയിലി ഇല്ലേ? ശനിയാഴ്ച ക്ലാസ് മാത്രമേ ഉള്ളൂ? ഡെയിലി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങള് പറയുന്ന പോലെയാണ്. സാറ്റർഡേസിൽ ഞങ്ങൾക്ക് കോൺവെക്കേഷൻ വരും, ഞങ്ങൾക്ക് സാറ്റർഡേസ് ക്ലാസ് വെക്കാൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. സൺഡേ വെക്കാൻ പറ്റുമോ? സൺഡേ ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം ഞാൻ എപ്പോഴും ഫ്രീ അല്ല കേട്ടോ. അല്ലെങ്കിൽ 10:30 ട്യൂസ്ഡേ മാത്രമേ ഞാൻ ഫ്രീ ആയിരിക്കും. പിന്നെ 2:30 ഞാൻ ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ഞാൻ ഫ്രീ ആയിരിക്കും. അങ്ങനെ മാത്രമേ ക്ലാസ് വെക്കാൻ പറ്റുള്ളൂ. 2:30 ആണെങ്കിൽ ഏതെങ്കിലും ആഴ്ചയിൽ 2 ക്ലാസ് നമുക്ക് വേണമെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും. 2:30 ഓക്കെ ആണ് നിങ്ങൾക്ക്? ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ നമുക്ക് വേണമെങ്കിൽ 2:30 നമുക്ക് വെക്കാം. സാറ്റർഡേസിലാണെങ്കിൽ കണ്ടിന്യൂസ് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഇരിക്കേണ്ടതായിട്ട് വരും. എന്താ പറയുന്നേ നിങ്ങളെ? പറയൂ, എനിക്ക് എന്തായാലും ക്ലാസ് എടുക്കണം, ക്ലാസ് വേണ്ടി നിങ്ങൾക്ക്. സാക്രിഫൈസ് ചെയ്യാതെ വേറെ വഴിയില്ല കേട്ടോ. മാം ഞാൻ പറയാം, എന്ന് വെച്ചാല് ഇപ്പം നമ്മള് ഭൂരിഭാഗം നോക്കണമല്ലോ. അപ്പൊ ഒരാൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഡിസിഷൻ മാറ്റണ്ട. ഏറ്റവും കൂടുതൽ ആരാണോ പ്രിഫർ ചെയ്യുന്ന ആ ടൈം ചൂസ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ തന്നെ പറഞ്ഞേ ഞാൻ എപ്പോ ക്ലാസ് വെക്കാം. ദിവ്യ ആൻഡ് ബിസ്മിയക്ക് ദിവ്യക്ക് ഞാനൊരു സമയം തരാന്ന് വെച്ചാല് ഞാൻ നോക്കട്ടെ, ബാക്കി എല്ലാവരും ടൈം പറയട്ടെ. 2:30 ഓക്കെ ആണോ? 2:30 നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ സെറ്റ്. 2:30 ആണെങ്കിൽ ഞാൻ പറയുന്ന ദിവസം ട്യൂസ്ഡേ, നമുക്കിനി നെക്സ്റ്റ് അല്ല, നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്യൂസ്ഡേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. എത്ര ക്ലാസ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ട്യൂസ്ഡേ സ്റ്റാർട്ട് ചെയ്യാം. ട്യൂസ്ഡേയില് 2:30 ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യാം. റെഗുലർ ക്ലാസ് വരുന്നുണ്ടല്ലോ അല്ലെ? റെഗുലർ ക്ലാസ്സിൽ നമുക്ക് 2:30 ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ റെഗുലർ ക്ലാസ് കേട്ടതിന് ശേഷം റെഗുലർ ക്ലാസ്സിൽ വരും. ബാക്കി നമുക്ക് കുറച്ച് നേരം അതിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അത് പറഞ്ഞ് എല്ലാവരും കയറി ജോയിൻ ചെയ്തിട്ടുണ്ടോ? പറ്റാത്തവരോട് മാത്രം ഞാൻ പറഞ്ഞു. അല്ലാത്തവരെല്ലാവരും 2:30 തന്നെ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യും. ബാക്കി നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ട്യൂസ്ഡേ 2:30 കോൺടാക്ട് ക്ലാസ് ഉണ്ടാകും. ഞാൻ എന്തായാലും ഇൻഫർമേഷൻ നിങ്ങളോട് പറയും. അതുപോലെ തന്നെ ട്യൂസ്ഡേ 11:30 എനിക്കുണ്ടല്ലോ, അപ്പൊ ഞാൻ ബാക്കി ഞാൻ പറയാം. അപ്പൊ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ആക്കാം, രണ്ടിനും എനിക്ക് റെഗുലർ ക്ലാസ് ഉണ്ട് എന്നാലും. ഓക്കെ സെറ്റ് അല്ലേ? നോർമൽ ക്ലാസ് ഉണ്ടാവില്ലേ മാം? 11:30 നമ്മുടെ ഈ ക്ലാസ് ഉണ്ടാവില്ലേ? അതുണ്ട്, കോൺടാക്ട് ക്ലാസ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. ഓക്കെ, പറയാൻ സാധ്യതയില്ല. ക്ലാസ് എടുത്തോളൂ. എവിടെ ഗ്രൂപ്പ് നമ്പർ 2 വെറൈറ്റീസ് എവിടെ? എത്ര പേരുണ്ടായിരുന്നു? ആരുമില്ലേ? 3 പേരുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ? റെഡി ആയിട്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ. എനിക്ക് ഇവിടെ റോൾ ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞാലോ എനിക്ക് ഇവിടെ റോൾ ഇല്ല. ഓക്കെ കൂളായിട്ട് എടുക്കും കേട്ടോ. ഞാൻ പറയും, ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ കണ്ടിന്യൂ ചെയ്തു. Good morning, ma'am. Good morning, all of you. Let us learn how to change imperative sentence from direct speech to indirect speech. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇമ്പാരറ്റീവ് സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് എങ്ങനെ മാറ്റാം എന്നാണ്. അപ്പോൾ let us start the class. What do you mean by imperative sentence? ഇമ്പാരറ്റീവ് സെന്റൻസ് ഞാൻ ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഓരോ തമ്പടിക്കണേ, നിങ്ങൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ അറിയാനായിട്ടാണ്. അപ്പൊ ഇമ്പാരറ്റീവ് സെന്റൻസ് എന്താന്ന് നമുക്ക് നോക്കാം. ഇമ്പാരറ്റീവ് സെന്റൻസ് മീൻസ് എക്സ്പ്രസ് ദ വേർഡ് ലൈക്ക് ഇൻസ്ട്രക്ഷൻ, അഡ്വൈസ്, ഓർഡേർഡ്, സജഷൻ, then request, commanded. These are the words may be used for imperative as a reporting verb. Imperative sentence എന്ന് പറയുന്നത് imperative sentence means express the word. ഏതൊക്കെ express the word? Instruction, advice,
ordered, commanded, suggestion, request. These are the words may be used for imperative sentence as a reporting verb. അതായത് ഒരു സെന്റൻസ് ഈ ഇമ്പാരറ്റീവ് വെർബ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാന്ന് പറഞ്ഞെങ്കിൽ ഒരു സെന്റൻസിൽ നമുക്ക് ആജ്ഞകൾ, ദെൻ അപേക്ഷ, ഉപദേശങ്ങൾ ഉണ്ടാവാം, നിർദ്ദേശം, ഇവയൊക്കെ പ്രകടിപ്പിക്കുന്നവയാണ് എന്ത്, ഇത്തരത്തിലുള്ള സെന്റൻസുകളാണ് നമ്മൾ ഇമ്പാരറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഡെഫിനിഷൻ പോലെ എഴുതിയെടുത്തോ. ഇമ്പാരറ്റീവ് സെന്റൻസ് ഹെഡിങ് കൊടുത്തോ കേട്ടാ. ഇമ്പാരറ്റീവ് സെന്റൻസ് IMPERATIVE ഇമ്പാരറ്റീവ് സെന്റൻസ്. ഇമ്പാരറ്റീവ് സെന്റൻസ് ഹെഡിങ് എഴുതിയോ? ഓക്കെ, എഴുതാട്ടോ. ഇമ്പാരറ്റീവ് സെന്റൻസ് മീൻസ് express the word like instruction, advice, ordered, 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 suggestion, request, command. These are the words may be used for imperatives as the reporting verb. കുറച്ച് സ്ലോ ആയിട്ട് Imperative പറയാമോ? sentence. Okay. Imperative sentence means express the word like instruction, advice, ordered, suggestion, request, command. These are the words may be used for imperatives as the reporting verb. ഒരാളൊന്ന് പറയോ ഇമ്പാരറ്റീവ് സെന്റൻസ് എന്താന്ന്? ഒരാൾ പറയോ? Okay, ഞാൻ പറയാം. Imperative sentence means express the word like instructions, advice, ordered, command, request, suggestion. These are the words may be used for imperatives as the reporting verb. ഓക്കെ, അതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഇതിൽ റിപ്പോർട്ടിംഗ് വെർബുകൾ ഉണ്ട്, നമുക്കൊന്ന് പറയാം, ഇതിനെ കുറിച്ച് പറയാം. ഇനി ഇതിന്റെ സ്ട്രക്ചർ ഏതാട്ടോ? അടുത്ത ഹെഡിങ് കൊടുത്തോ. ഇമ്പാരറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെ പറഞ്ഞിരുന്നു കേട്ടാ. ഇമ്പാരറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ പറയട്ടെ. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് reporting verb, subject plus reporting verb plus object plus 2 plus verb 1. ഒന്നുകൂടി പറയാം കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് 2 പ്ലസ് വെർബ് 1. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ കേട്ടോ. ഇമ്പാരറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് 2 പ്ലസ് വെർബ് 1. ഒരാൾ പറയോ ഇമ്പാരറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ്
2 plus V1. ഓക്കെ V1 വെരി ഗുഡ് ട്ടോ. ഓക്കെ ഗുഡ്. അപ്പൊ നമ്മളിത് അപ്പൊ നമ്മൾ എന്താന്ന് മനസ്സിലായോ? അതായത് ഇമ്പാരറ്റീവ് സെന്റൻസിൽ നമ്മള് ഇതില് റിപ്പോർട്ടിംഗ് വെർബ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിൽ കുറെ റിപ്പോർട്ടിംഗ് വെർബ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇത്രയും റിപ്പോർട്ടിംഗ് വെർബ്സ് ആണ് നമ്മൾ ഇതിൽ നോക്കേണ്ടത്. ഇൻസ്ട്രക്ഷൻ, അഡ്വൈസ്, ഓർഡർ, സജഷൻ, റിക്വസ്റ്റ്, കമാൻഡ്, ഇതൊക്കെ അതിലുണ്ടോന്ന് അല്ലെങ്കിൽ ആ സെന്റൻസുകളിൽ ഉണ്ടോന്ന് നമുക്ക് നോക്കണം. ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, ഇത്രയും കാര്യങ്ങളുള്ളതെന്ന്. അപ്പൊ ഈ ഒറ്റ നോട്ടത്തിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് വെർബിലാണ് ഇമ്പാരറ്റീവ് സെന്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. വെർബിലാണ് ഇമ്പാരറ്റീവ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബുകൾ നമുക്കൊന്ന് എഴുതാം കേട്ടോ. റിപ്പോർട്ടിംഗ് വെർബുകൾ ഏതൊക്കെയാന്ന് എഴുതാം. ആ റിപ്പോർട്ടിംഗ് വെർബുകളാണ് ഇതിൽ ചേഞ്ചസ് വരുത്തുന്നത്. ഒരു സെന്റൻസ് നമുക്ക് തരും. അപ്പൊ ആ സെന്റൻസിൽ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബുകൾ നമുക്ക് ഇതിൽ എഴുതണം. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബുകൾ സാധാരണയായിട്ട് കോമൺലി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബുകളാണ് നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബിന് ഹെഡിങ് കൊടുക്കാം, എന്നിട്ട് റിപ്പോർട്ടിംഗ് വെർബുകൾ എഴുതാം. ഓരോന്നായിട്ട് എഴുതാം കേട്ടോ. റിപ്പോർട്ടിംഗ് വെർബ് ഒന്ന് കമാൻഡഡ്. COMMANDED കമാൻഡഡ്. എഴുതിയോ? ഓക്കെ ഗുഡ്. സെക്കൻഡ് ഓർഡേർഡ്. ORDERED. Then next requested. 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 പിന്നെ suggested. സജസ്റ്റ് ചെയ്യില്ലേ നമ്മള്? SUGGESTED. suggested. Then last one advice. 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 അപ്പൊ ഏതൊക്കെ റിപ്പോർട്ടിംഗ് വെർബ്സ്? കമാൻഡഡ്, ഓർഡേർഡ്, റിക്വസ്റ്റഡ്, സജസ്റ്റഡ്, അഡ്വൈസ്. ഇത് കോമൺലി ആണ് കേട്ടോ. ഇനിയും ഉണ്ട് റിപ്പോർട്ടിംഗ് വെർബ്സ്. കോമൺലി നമുക്ക് എക്സാമിനൊക്കെ ഇത്ര വലിയ കടികെട്ടി സംഭവം നമുക്ക് തരില്ലല്ലോ. ഏകദേശം നമുക്കൊരു ജനറലി ആയിട്ട് നമുക്ക് ഇത്രയും റിപ്പോർട്ടിംഗ് വെർബ്സ് നമുക്ക് നോക്കാം. ഇതിന്റെ എക്സാമ്പിളുകളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ. ഈ റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, വേണമെങ്കിൽ സൈഡിൽ ഇവിടെ എഴുതി വെച്ചോട്ടോ, നമുക്ക് അറിയാനായിട്ടാണ്. അപ്പൊ കമാൻഡഡ് എന്നൊക്കെ പറയില്ലേ, അത് അപ്പൊ ആ സെന്റൻസ് നമുക്ക് കാണുകയാണെങ്കിൽ ആ സെന്റൻസിൽ മിലിറ്ററി അല്ലെങ്കിൽ ആർമി അല്ലെങ്കിൽ ഫോഴ്സ് ഒക്കെ വരില്ലേ, അപ്പൊ തുടങ്ങിയ സെന്റൻസർ ഉപയോഗിക്കുന്നതാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബാണ് കമാൻഡഡ്. മിലിറ്ററി സ്ലാഷ് ഇട്ടിട്ട് ആർമി അല്ലെങ്കിൽ ഫോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ, അങ്ങനെ തുടങ്ങിയ വേർഡ്സുകൾ സെന്റൻസുകൾ വരികയാണെങ്കിൽ നമ്മൾ ഏത് റിപ്പോർട്ടിംഗ് വെർബാണ് യൂസ് ചെയ്യുക? കമാൻഡഡ്. ഓക്കെ, കമാൻഡഡ് എഴുതിയോ? ഓക്കെ. ഇനി ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ഓർ ഇൻഫീരിയർ അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ നമ്മൾ ആ സെന്റൻസുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഓർഡേർഡ് റിപ്പോർട്ടിംഗ് വെർബാണ് നമ്മൾ യൂസ് ചെയ്യാം. സുപ്പീരിയർ അല്ലെങ്കിൽ ഇൻഫീരിയർ. ദെൻ റിക്വസ്റ്റഡ് ഇപ്പൊ സെന്റൻസുകൾ പ്ലീസ് കൈൻഡ്ലി ഒക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ, തുടങ്ങിയ അങ്ങനെയൊക്കെ സെന്റൻസുകൾ വരുമല്ലോ. അപ്പൊ പ്ലീസ് കൈൻഡ്ലി അങ്ങനെ സെന്റൻസിൽ വരികയാണെങ്കിൽ നമ്മളോട് യൂസ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് വെർബാണ് എന്ത്? റിക്വസ്റ്റഡ് കേട്ടോ. റിക്വസ്റ്റിന്റെ നേരെ പ്ലീസ് ഓർ കൈൻഡ്ലി. പിന്നെ നെക്സ്റ്റ് സജസ്റ്റഡ് ആണല്ലേ. സജസ്റ്റഡ് എന്തെങ്കിലും വല്ല നിർദ്ദേശങ്ങളൊക്കെ വരില്ലേ, അപ്പൊ നമ്മള് ഈ സജസ്റ്റഡ് ആണ് റിപ്പോർട്ടിംഗ് വെർബ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ അഡ്വൈസും ഉപദേശങ്ങളൊക്കെ വരില്ലേ, അപ്പൊ നമ്മളത് തന്നെയാണ് ഉപയോഗിക്കുക. സെറ്റായോ? റിപ്പോർട്ടിംഗ് വെർബ് ഏതൊക്കെയാണ്? കമാൻഡഡ്, ഓർഡേർഡ്, റിക്വസ്റ്റഡ്, സജസ്റ്റഡ്, അഡ്വൈസ്. ഒരാളൊന്ന് പറയോ റിപ്പോർട്ടിംഗ് വെർബ്സ്? Reporting verbs: commanded, ordered, requested, suggested, advised. ഓക്കെ ഗുഡ്. ഇനി നമ്മൾ ഈ എക്സാമ്പിളോട്ട് കിടക്കാട്ടോ. എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ ചേഞ്ച് ചെയ്യണേന്ന്. അപ്പൊ നമ്മളൊരു സെന്റൻസ് തരും, അപ്പൊ ശ്രദ്ധിക്കണേ. സെന്റൻസ് തരാതെ എങ്ങനെയാണ് ചേഞ്ചസ് വരിക നമുക്ക് നോക്കാം കേട്ടോ. എല്ലാവരും എക്സാമ്പിൾ എഴുതിക്കോ, ഒരു എക്സാമ്പിൾ എഴുതിക്കോ കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, എഴുതിക്കോ. ബെഗർ. BEGGAR ബെഗർ, ഭിക്ഷക്കാരൻ ഉദ്ദേശിക്കുന്നത്. ബെഗർ
said to SAID said to Ramu. Beggar said to Ramu. എഴുതിയോ? അത് ഡബിൾ ഇൻവെർട്ടർ കോമയിൽ ഇടണേ. ഇനി ഞാൻ പറഞ്ഞ സെന്റൻസ് ഇട്ടാ. ഗീവ് സം വാട്ടർ, ഡബിൾ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക. ബെഗർ സെഡ് ടു രാമു, ബെഗർ സെഡ് ടു രാമു, ഡബിൾ ഇൻവെർട്ടർ കോമയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഗീവ് സം വാട്ടർ, ഡബിൾ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക. ഗീവ് സം വാട്ടർ. ഓക്കെ, സെറ്റ് ആയോ? ബെഗർ സെഡ് ടു രാമു, ഗീവ് സം വാട്ടർ. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഈ ഇംപാരറ്റീവ് സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം കേട്ടോ. അപ്പൊ എന്താണ് ഇത് പറയണത്? ഭിക്ഷക്കാരൻ രാമുവിനോട് കുറച്ച് വെള്ളം തരുമെന്ന് പറഞ്ഞു. ചോദിക്കല്ല, പറഞ്ഞു. ഭിക്ഷക്കാരൻ രാമുവിനോട് കുറച്ച് വെള്ളം തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇംപാരറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആര് ആരോട് പറഞ്ഞു, മനസ്സിലായ? അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ നമ്മൾ ആ ഡബിൾ ഇൻവെർട്ടഡ് കോമയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. സെന്റൻസുകളൊക്കെ ഒരുമിച്ചാക്കണം. കാരണം ഒരു സെന്റൻസും എല്ലാം കറക്റ്റ് ആയിരിക്കണ്ടേ. ഇത് ആ ഡബിൾ ഇൻവെർട്ടഡ് കോമയൊക്കെ ഇടുമ്പോൾ സെന്റൻസ് അപ്പൊ യോജിപ്പിക്കണം. ഒരു സെന്റൻസിനെ യോജിപ്പിച്ച് എഴുതണം. അപ്പൊ അതെങ്ങനെയാ വരാന്ന് നമുക്ക് നോക്കാം. അപ്പൊ അപ്പൊ ഇവിടെ ബെഗർ രാമുവിനോട് പറയുന്നു അല്ലെ. അപ്പൊ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു അപേക്ഷയായിട്ടല്ലേ, ഒരു അപേക്ഷയായിട്ടല്ലേ ചോദിക്കണേ. അപ്പൊ നമ്മൾ ഏത് ഇൻവേർട്ടർ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് അവിടെ ഉപയോഗിക്കുക? റിക്വസ്റ്റ് അല്ലേ. അപ്പൊ മനസ്സിലായില്ലേ, റിക്വസ്റ്റഡ് ആണ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ആ സംഭവം കിട്ടി. അപ്പൊ നമ്മളെ സ്ട്രക്ചറിലേക്ക് ഒന്ന് പോയേ. നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബിന്റെ ഇംപാരറ്റീവ് സ്ട്രക്ചർ ഏതൊക്കെയാ? സബ്ജക്ട് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടു പ്ലസ് വെർബ് 1 ആണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കാട്ടാ. അപ്പൊ നമുക്ക് അറിയാം സബ്ജക്ട് എന്താണെന്ന് അറിയാം. സബ്ജക്ട് നമുക്ക് നമ്മുടെ ബെഗർ ആണ്. ഓക്കെ, ബെഗർ എഴുതി. ബെഗർ ബെഗർ റിപ്പോർട്ടിംഗ് വെർബ് ഏതതില്? റിക്വസ്റ്റഡ്. അപ്പൊ ബെഗർ റിക്വസ്റ്റഡ് രാമു, ബെഗർ റിക്വസ്റ്റ് രാമു. പിന്നെ നമ്മളതിൽ പറയണത് ഗീവ് സം വാട്ടർ ഒക്കെയാണ് അല്ലെ. അപ്പൊ അതൊരു സെന്റൻസ് ആക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയണമെങ്കിൽ ഒരു കണക്റ്റീവ് വേർഡ് അതിന് വേണം. ഒരു കണക്റ്റഡ് വേർഡ് അതിന് ഇല്ല. അപ്പൊ ഇംപാരറ്റീവ് സെന്റൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് വേർഡ് ഇതിന് ആവശ്യമാണ്. അപ്പൊ ഈ കണക്റ്റീവ് വേർഡിന് ആവശ്യമായിട്ട് 2 വേർഡുകൾ നമ്മൾ ഉപയോഗിക്കും. ഒന്ന് ടു അല്ലെങ്കിൽ നോട്ട് ടു. എഴുതിക്കോട്ടാ. കണക്റ്റീവ് വേർഡ് നമുക്ക് ആവശ്യമാണ് ഇതിന്. ടു അല്ലെങ്കിൽ നോട്ട് ടു, NOT പിന്നെ സാധാരണ ടു ട്ടാ. കണക്റ്റീവ് വേർഡ് നമുക്ക് ആവശ്യമാണ്. ടു വേണം, നോട്ട് ടു വേണം. ഇംപാരറ്റീവ് സെന്റൻസിന് ഒരു കണക്റ്റീവ് വേർഡ് നോട്ട് ടു. ഈ നോട്ട് ടു എവിടെ ഉപയോഗിക്കുന്ന അറിയോ? ഈ ഡോണ്ട് ഒക്കെ വരില്ലേ, അല്ലെങ്കിൽ നെഗറ്റീവ് സെന്റൻസ് ഒക്കെ വരില്ലേ, അവിടെയാണ് നമ്മൾ നോട്ട് ടു ഉപയോഗിക്കുക. ഡോണ്ട് ചേർത്ത് സെന്റൻസുകൾ വരും, അല്ലെങ്കിൽ നെഗറ്റീവ് സെന്റൻസുകൾ വരും. അപ്പൊ അവിടെ എന്താ ഉപയോഗിക്കുക? നോട്ട് ടു വേണം ഉപയോഗിക്കുക. സാധാരണ ടെൻസിലൊക്കെ ഉപയോഗിക്കും നമ്മൾ ടു സാധാരണയായിട്ട് ചേർക്കും. ഇതാണ് ഇതിന്റെ കണക്റ്റീവ് വേർഡ്. അപ്പൊ ഇതിൽ ചേഞ്ചസ് വരണത് ഇംപാരറ്റീവ് സെന്റൻസ് ചേഞ്ചസ് വരുന്ന ഓൾറെഡി എന്തിട്ടാ? റിപ്പോർട്ടിംഗ് വെർബും കണക്റ്റീവ് വേർഡും ചേഞ്ചസ് വരും. ബാക്കി എല്ലാം കൂടെ എടുത്ത് എഴുതാം. പിന്നെ ഹിമ്മൊക്കെയാണ്, മീ വരാണെങ്കിൽ ഹിമ്മും ഹീം ഷീയും ഹെറൊക്കെ ഉപയോഗിക്കില്ലേ. മീ മാത്രം ചേഞ്ചസ് വരും കേട്ടാ. പിന്നെ ഒന്നും ചേഞ്ചസ് വരില്ല. അതൊക്കെ എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ കണക്റ്റീവ് വേർഡ് ടു ആണ് ടെൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. നെഗറ്റീവ് സെന്റൻസ് വരാണെങ്കിൽ നോട്ട് ടു ഉപയോഗിക്കും. റിപ്പോർട്ടിംഗ് വെർബും ചേഞ്ചസ് ആവും. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായ? റിപ്പോർട്ടിംഗ് വെർബിന് ചേഞ്ചസ് വരും. പിന്നെ കണക്റ്റീവ് വേർഡ് നമ്മൾ ടു പഠിച്ചു, നോട്ട് ടു കൂടെ ചേർക്കുക സെന്റൻസ് അനുസരിച്ചിട്ട് ട്ടാ. ഇത്രയും. പിന്നെ മനസ്സിലായില്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ നോക്കാം. ഇനി വീണ്ടും നമുക്ക് ആ സ്ട്രക്ചറിലേക്ക് വരാട്ടാ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, നമ്മളിവിടെ വരെ എഴുതി ബെഗർ റിക്വസ്റ്റഡ് രാമു ടു അല്ലെ. ടു അല്ലേ ചേർക്ക? കാരണം ഇതിന്റെ ടെൻസ് സാധാരണ വേറെ നെഗറ്റീവ് സെന്റൻസ് ഒന്നല്ല ഇത്. ടു. ബാക്കിയുള്ള നമ്മൾ എടുത്ത് എഴുതുക. ഗീവ് സം വാട്ടർ. ആ ഡബിൾ ഇൻവെർട്ടഡ് കോമ ഞങ്ങൾ മാറ്റാം. സെറ്റായോ? അതായത് ബെഗർ റിക്വസ്റ്റഡ് രാമു ടു ഗീവ് സം വാട്ടർ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കേട്ടോ. ഇനി നമുക്ക് കുറച്ച്, അപ്പൊ ഇവിടെ എന്തൊക്കെയാണ്? റിക്വസ്റ്റഡ് മാറി, റിപ്പോർട്ടിംഗ് വെർബും ടൂം ആഡ് ചെയ്യുക. പിന്നെ ആ ഡബിൾ ഇൻവെർട്ടഡ് കോമയൊക്കെ മാറ്റി സെറ്റ് ആക്കുക. അപ്പൊ സെന്റൻസ് മനസ്സിലായോ? ഞാനൊരു 3-4 ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് നോക്കാം. കിട്ടണോ നോക്കാം കേട്ടാ. ഓക്കെ, എഴുതിക്കോ. ഇത് കിട്ടിയില്ലേ? എഴുതിയില്ലേ? ഈ ബെഗർ സെഡ് ടു രാമു ഗീവ് സം വാട്ടറിന്റെ ആൻസർ എന്താണ്? ബെഗർ റിക്വസ്റ്റഡ് രാമു ടു ഗീവ് സം വാട്ടർ.
ഓക്കെ അല്ലോ? ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് നോക്കാം കേട്ടോ. ആൻസർ ക്വസ്റ്റ്യൻ എഴുതിക്കോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. പ്രകാശ് എഴുതിക്കോ. പ്രകാശ് said, SAID, പ്രകാശ് said, ഡബിൾ ഇൻവെർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്തോ കേട്ടാ. പ്ലീസ് ഗീവ് മീ അനദർ ചാൻസ്. ഡബിൾ കോമ സ്റ്റാർട്ട് ചെയ്യാ, ചാൻസിൽ സ്റ്റോപ്പ് ആകാം കേട്ടാ. പ്രകാശ് സെഡ് പ്ലീസ് ഗീവ് മീ അനദർ ചാൻസ്. ഓക്കെ, അപ്പൊ പ്ലീസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കുക? പറഞ്ഞേ എല്ലാരും. ക്വസ്റ്റ്യൻ. റിപ്പോർട്ടിംഗ് വെർബ് സെറ്റ് ആയില്ലേ? ഇത് നെഗറ്റീവ് സെന്റൻസ് ആണോ അതോ പോസിറ്റീവോ ടെൻസ് ആണോ? ഏത് കണക്റ്റീവോടെ ഉപയോഗിക്കുക? ടു. സെറ്റ് ആയില്ലേ? മീ എന്തായി മാറും? ഹിമായി മാറും. സെറ്റ് ആയില്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങള് ഒന്ന് പറഞ്ഞു നോക്കിയേ, എല്ലാരും പറഞ്ഞു നോക്കിയേ. പ്രകാശ് റിക്വസ്റ്റഡ് ടു ഗീവ് ഹിം അനദർ ചാൻസ്. കിട്ടിയാ? പ്രകാശ് റിക്വസ്റ്റ് ചെയ്തു, റിക്വസ്റ്റഡ് ടു ഗീവ്, മീ എന്തായി മാറും? ഹിമായി മാറും, അനദർ ചാൻസ്. മനസ്സിലായോ? പ്രകാശ് റിക്വസ്റ്റഡ് ടു ഗീവ് ഹിം അനദർ ചാൻസ്. നമുക്കൊന്നുകൂടെ നോക്കാം. നെക്സ്റ്റ്, ഇതിന്റെ ആൻസർ എഴുതിയില്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോട്ടെ. മൂന്നാമത്തെ കേട്ടോ. ദ ലേഡി ടു ദ തീഫ് എഴുതിക്കോ കേട്ടാ. ദ ലേഡി ടു ദ തീഫ്, THIEF, തീഫ്. ദ ലേഡി ടു ദ തീഫ്, ഡബിൾ ഇൻവെർട്ട് കോമ സ്റ്റാർട്ട് ചെയ്യാ. പ്ലീസ് ഡോണ്ട്, DON, ഡോണ്ട് kill me. The lady to the thief, please don't kill me. അപ്പൊ പറഞ്ഞേ, എഴുതിയോ എല്ലാരും? The lady to the thief, please don't kill me എന്ന് എഴുതിയോ? എല്ലാരും എഴുതിയോ? എഴുതി. ഒന്ന് പറഞ്ഞേ നോക്കട്ടെ, ഇതിൽ ഏതൊക്കെയാ റിപ്പോർട്ടിംഗ് വെർബ്? ഇതിലേത് റിപ്പോർട്ടിംഗ് വെർബ് നമുക്ക് ചേർക്കാം? ഇത് നെഗറ്റീവ് സെന്റൻസ് അല്ലേ? ഓക്കെ, നെഗറ്റീവ് സെന്റൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, പിന്നെ അതിനുള്ള റിപ്പോർട്ടിംഗ് വെർബ് ഏതാ? റിക്വസ്റ്റഡ്. അപ്പൊ സെറ്റ് ആയോ? നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരാൾ പറഞ്ഞു നോക്കട്ടെ, പറഞ്ഞു നോക്ക്. ദ ലേഡി റിക്വസ്റ്റ് ചെയ്തു അല്ലേ? ദ ലേഡി റിക്വസ്റ്റഡ് ടു ദ തീഫ് നോട്ട് ടു പ്ലീസ് ഡോണ്ട് കിൽ ഹെർ. പ്ലീസ് വേണ്ട കേട്ടാ, നോട്ട് ടു കിൽ ഹെർ. പ്ലീസ് നമ്മൾ അതിന് റിക്വസ്റ്റഡ്. ശരിയായോ? ദ ലേഡി റിക്വസ്റ്റഡ് ദ തീഫ് നോട്ട് ടു കിൽ ഹെർ. മീ മാറി, ഹെർ ആണ്, ലേഡി അല്ലേ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ദ ലേഡി റിക്വസ്റ്റഡ് ദ തീഫ് നോട്ട് ടു കിൽ ഹെർ. ഓക്കെ, എല്ലാരും എഴുതിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് കേട്ടോ, എക്സാമ്പിൾ എഴുതാം. ദ ടീച്ചർ സെഡ് don't waste time. ഡബിൾ ഇൻവെർട്ട് കോമയിൽ എഴുതാട്ടാ. don't waste time. The teacher said don't waste time. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബിൽ ഏതാ വരിക? ഓർഡേർഡ് ആണോ? ടീച്ചർ പറയാണ്, അതായത് അഡ്വൈസ് പറഞ്ഞോടെ? അഡ്വൈസ് പറയാം. ഇതിന്റെ ഇത് പറഞ്ഞേ, ഡോണ്ട് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഏതാ വരിക? The teacher advised not to. അയ്യോ, ബാക്കി എന്തായിരുന്നു? വേസ്റ്റ് ടൈം. ഓക്കെ, ഗുഡ്. എന്താ പറയാ? ദ ടീച്ചർ അഡ്വൈസ് നോട്ട് ടു വേസ്റ്റ് ടൈം. സെറ്റ് ആയോ? എഴുതിക്കോട്ടാ. ദ ടീച്ചർ അഡ്വൈസ്ഡ് നോട്ട് ടു വേസ്റ്റ് ടൈം. മനസ്സിലാവുന്നുണ്ടോ?
ഓക്കെ ഓക്കെ, നമുക്കിനി ഒരു എക്സാം കൂടെ എഴുതാം കേട്ടോ. സിമ്പിൾ ആണ്. എല്ലാവരും പറയണം കേട്ടോ, എന്തായാലും മനസ്സിലായെന്ന് അറിയുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയട്ടെ. ദ ടീച്ചർ സെഡ്, എഴുതിക്കോ. ദ ടീച്ചർ സെഡ് ഡബിൾ ഇൻവെർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്യുക. വർക്ക് ഹാർഡ്. HARD ടാ. വർക്ക് ഹാർഡ്. ദ ടീച്ചർ സെഡ് വർക്ക് ഹാർഡ്. അപ്പൊ പറഞ്ഞേ, ഇത് ഏതാ റിപ്പോർട്ടിംഗ് വെർബ്? അഡ്വൈസ് അല്ലേ? വെരി ഗുഡ്. സെന്റൻസ് എങ്ങനെയാ? കണക്റ്റീവ് വേർഡ് ഏതാ ഉപയോഗിക്കാം? ടു. ഗുഡ്. അപ്പൊ എന്താ ഏതാ? ഒരാൾ പറഞ്ഞോ. The teacher advised to work hard. വെരി ഗുഡ്. ദ ടീച്ചർ അഡ്വൈസ്ഡ് ടു വർക്ക് ഹാർഡ്. ഓക്കെ, ഗുഡ്. മനസ്സിലായി, പഠിച്ചപ്പോ. ദ ടീച്ചർ അഡ്വൈസ്ഡ് ടു വർക്ക് ഹാർഡ്. ഇനി ഒരെണ്ണം കൂടി പറയട്ടെ. ലാസ്റ്റ് വൺ ആണേ. ദ മാൻ, എഴുതിക്കോട്ടെ അടുത്ത്. ദ മാൻ സെഡ് to the king, KING, king. The man said to the king, don't punish me please. Don't punish me please. The man said to the king, don't punish me please. The man said to the king, don't punish me please. അപ്പൊ എങ്ങനെ ഇതില് റിപ്പോർട്ടിംഗ് വെർബ് ഇതിലെ വരിക? റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റഡ് ആണോ? റിക്വസ്റ്റഡ് ആണ്. റിക്വസ്റ്റ് പറയാം. നെഗറ്റീവ് സെന്റൻസ് ആണ് നോട്ട് ടു. നോട്ട് ടു. അപ്പൊ എങ്ങനെ വരികയെന്ന് പറഞ്ഞേ. ദ മാൻ റിക്വസ്റ്റഡ്, പറഞ്ഞോ. ടു ദ കിങ് നോട്ട് ടു പണിഷ് ഹിം. വെരി ഗുഡ്. പണിഷ് ഹിം. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ദ മാൻ റിക്വസ്റ്റഡ് ദ കിങ് നോട്ട് ടു പണിഷ് ഹിം. സെറ്റായോ? എല്ലാവർക്കും മനസ്സിലായോ? പിന്നെ മോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ലിൻഷി വരും, പിന്നെ സരിദ്യം ഇതിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയും കേട്ടാ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഫ്രണ്ട്സ്. Yeah, okay, Richi. Who's next? മാം, ഞാൻ എക്സാമ്പിൾസ് ഞാൻ പറയാം. Okay, Richi. Start. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്, പഠിച്ചത് ഇമ്പരറ്റീവ് സെന്റൻസിനെ കുറിച്ചാണ്. ലെറ്റ് us ഡിസ്കസ് അബൌട്ട് സം മോർ എക്സാമ്പിൾസ്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം പറയാം. നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് നമ്മൾ മാറ്റാൻ വന്നത്. ഒരു ഡയറക്റ്റ് സ്പീച്ച് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്ന അത് ഇമ്പരേറ്റീവ് സെന്റൻസുകളാണെങ്കിൽ അതെങ്ങനെയാണ് മാറ്റുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ റൂൾസ് പറയുവാണെങ്കിൽ ആ സെന്റൻസിൽ റിമൂവ് ദ കൊട്ടേഷൻ മാർക്ക് ആദ്യം ചേഞ്ച് ചെയ്യുക. വേണമെങ്കിൽ റൈറ്റ് ഡൗൺ ചെയ്തോളൂ, അത് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. റൂൾസ് ഫോർ റിപ്പോർട്ടിംഗ് ഇമ്പരേറ്റീവ് സെന്റൻസസ്. ഫസ്റ്റ്, റിമൂവ് ദ കൊട്ടേഷൻ മാർക്ക്. അതാണ് ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ, യൂസ് എ സ്യൂട്ടബിൾ റിപ്പോർട്ടിംഗ് വെർബ്. ഏതാന്ന് നോക്കണം. റിപ്പോർട്ടിംഗ് വെർബ് ഏതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു സെന്റൻസ് കിട്ടിയാൽ അത് ഏതൊക്കെയാണ്? ഒന്നുകിൽ ടോൾഡ്, ഓർഡേർഡ്, റിക്വസ്റ്റഡ്, അഡ്വൈസ്ഡ്, വാണ്ട്, ഇൻസ്ട്രക്റ്റഡ്, എൻകറേജ്ഡ്. ഇതായിരിക്കും നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബുകളായിട്ട് വരുന്നത്. പിന്നെ ചേഞ്ച് ദ ഇമ്പരേറ്റീവ് വെർബ് ഇൻ ടു പ്ലസ് വെർബ്. വെർബിന്റെ കൂടെ ടു ആഡ് ചെയ്യണം. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നോട്ട് ടു പ്ലസ് വെർബ് ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇമ്പരേറ്റീവ് സെന്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ ആണെങ്കിൽ സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ അതാണ് വെർബ്.
അത് ആ പോസിറ്റീവ് സെന്റൻസ് ആണല്ലോ. അപ്പൊ അതിൽ ടു സിറ്റ് ടു ആദ്യം ആഡ് ചെയ്യണം വെർബിന്റെ മുമ്പിൽ. ഡോണ്ട് ഷൗട്ട് അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ നോട്ട് മുമ്പിൽ നോട്ട് ആഡ് ചെയ്യാൻ, നോട്ട് ടു ഷൗട്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഒരു എക്സാമ്പിൾസ് ഞാൻ പറയാം. ആദ്യം പറയണ്ടേ, ഒരു എക്സാമ്പിൾ എഴുതിക്കോണേ. ഫസ്റ്റ് എക്സാമ്പിൾ, മദർ സെറ്റ് ഡയറക്റ്റ് എന്ന് എഴുതണേ. ഡയറക്റ്റ് സ്പീച്ച് ആണ് നമ്മൾ, ഡയറക്റ്റ് സ്പീച്ച് സെന്റൻസ് ആണ് ഇപ്പൊ എഴുതാൻ പോകുന്നത്. മദർ സെറ്റ് പ്ലീസ് ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അത് കൊട്ടേഷൻ മാർക്ക് എഴുതണേ. മദർ സെറ്റ് കോമ കൊട്ടേഷൻ മാർക്ക് പ്ലീസ് ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, കൊട്ടേഷൻ മാർക്ക് ക്ലോസ് ചെയ്യാം. ഇത് ഡയറക്റ്റ് സ്പീച്ച് സെന്റൻസ് ആണ്. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് നമ്മൾ മാറ്റണം. ഇൻഡയറക്റ്റ് സ്പീച്ച് സെന്റൻസ് എന്തായിരിക്കും? അപ്പൊ ആദ്യം നമ്മൾ ഈ സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യുക. എന്തായിരിക്കും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന? മദർ സെറ്റ് പ്ലീസ് ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇതാണ് ഡയറക്റ്റ് സ്പീച്ച് സെന്റൻസ്. അപ്പൊ ഏതായിരിക്കും റിപ്പോർട്ടിംഗ് വെർബ്? ആദ്യം നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് ഐഡന്റിഫൈ ചെയ്യണം. ഏതായിരിക്കും? റിക്വസ്റ്റ്. ഓക്കെ, റിക്വസ്റ്റഡ്. മദർ റിക്വസ്റ്റഡ് me to bring her a glass of water. That's the answer. Direct sentence, mother said, please bring me a glass of water. Indirect speech like ആക്കുമ്പോൾ mother requested me to bring her a glass of water. Next, one more example. Two example വെച്ച് നമുക്ക് നോക്കാം. The old man said, comma, direct എന്ന് എഴുതണേ. Direct sentence, direct speech sentence ആണ്. The old man said, comma, quotation, please show me the way, close ചെയ്യുക, full stop. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാവും? ട്രൈ ചെയ്യാവോ? ഒന്ന് പറയോ, സെന്റൻസ് പറയോ? ഇൻഡയറക്റ്റ് സ്പീച്ച് സെന്റൻസ് ഒന്ന് പറയാമോ? The old man the old man requested, ആരോട് പറഞ്ഞ? requested me to show him the way. ഇതില് കൊട്ടേഷൻ മാർക്ക് ഒന്നും ഇടാൻ പാടില്ല. നമ്മൾ ടു യൂസ് ചെയ്യണം, ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇടണം. അത്രേ ഉള്ളൂ. ഒരു സെന്റൻസ് ആക്കി എഴുതണം. The old man requested me to show him the way. ഇവിടെ മീ എന്നുള്ളത് മാറ്റണ്ടേ? ചേഞ്ച് ആക്കണ്ടേ? ഏതാ? മീ എന്നുള്ളത് ചേഞ്ച് ആക്കണോ? വേണ്ടല്ലോ, എന്നോട് പറഞ്ഞെന്നല്ലേ. നമ്മൾ മലയാളത്തിൽ ഒന്ന് വേർഡ് ഒന്ന് ആലോചിച്ചേ, ഒന്ന് അതിന്റെ അർത്ഥം നോക്കിക്കേ. The old man said, please show me the way. ഇവിടെ പ്ലീസ് ഷോ മീ ദ വേ എന്ന് പറയുന്നത് ദ ഓൾഡ് മാൻ ആണ് പറയുന്നത്. എനിക്ക് വഴി കാണിച്ചു തരൂ എന്നല്ല പറയുന്നത്. അത് ഓൾഡ് മാൻ്റെ മീ ആണ് അവിടെ കിടക്കുന്നത്, നമ്മളോടല്ല പറഞ്ഞത്. ദ ഓൾഡ് മാൻ റിക്വസ്റ്റഡ് മീ ടു ഷോ ഹിം ദ വേ. രണ്ട്, അത് ക്വസ്റ്റ്യനിൽ മീ ഉദ്ദേശിക്കുന്നത് ഓൾഡ് മാനെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻസറിൽ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? ഓൾഡ് മാൻ റിക്വസ്റ്റഡ്, ആ മീ അവിടെ തന്നെ വന്നതിന് ആ ഒരു അർത്ഥം ചേഞ്ച് ആവുന്നില്ലല്ലോ.
ഒരു എക്സാമ്പിൾ കൂടി വേണോ റിക്വസ്റ്റഡിന്? ആ വേണം. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ. ദ പേഷ്യന്റ് സെഡ്, ഡയറക്റ്റ് എന്ന് എഴുതിയിട്ട് എഴുതണേ, ഡയറക്റ്റ് സ്പീച്ച് സെന്റൻസ് ആണ്. ദ പേഷ്യന്റ് സെഡ് കോമ പ്ലീസ് കോൾ ദ ഡോക്ടർ. ഇൻഡയറക്റ്റ് സ്പീച്ച് സെന്റൻസിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ വരും? വെരി സിമ്പിൾ അല്ലേ? പറഞ്ഞേ, ഇത് ഏതാണ്? റിപ്പോർട്ടിംഗ് വെർബ് ഏതായിരിക്കും? Requested റിക്വസ്റ്റഡ്. ദ പേഷ്യന്റ് റിക്വസ്റ്റഡ് to call the doctor. ഡോക്ടർ. വെരി ഗുഡ്. ഇപ്പൊ റിക്വസ്റ്റഡ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ഓക്കെ അല്ലേ? ഇനി വേറെ നമുക്ക് റിപ്പോർട്ടിംഗ് വേറെ എടുക്കാം. ഞാൻ സെന്റൻസ് പറയാം, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണേ. ഡയറക്റ്റ് സ്പീച്ച് ആണ്. ദ ഡോക്ടർ സെഡ് കോമ കൊട്ടേഷൻ മാർക്കിൽ ചെയ്ത ടേക്ക് ദിസ് മെഡിസിൻ റെഗുലർലി, ക്ലോസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. ദ ഡോക്ടർ സെഡ് കോമ ടേക്ക് ദിസ് മെഡിസിൻ റെഗുലർലി. ടേക്ക് ദിസ് മെഡിസിൻ റെഗുലർലി, REGULARLY. ഇൻഡയറക്റ്റിലാക്കുമ്പോ എങ്ങനെ വരും? ഇത് ഏതാണ്? റിപ്പോർട്ടിംഗ് വെർബ് ഒന്ന് നോക്കാൻ Advised ആണ്. പറ്റും. അഡ്വൈസ്. ഓക്കെ, അപ്പൊ ദ ഡോക്ടർ അഡ്വൈസ്ഡ് പിന്നെന്താണ് വെക്കേണ്ടത്? To അതെ, ടു ടേക്ക് ദ മെഡിസിൻ റെഗുലർലി. പിന്നെ ഇത് ഡോക്ടർ സെഡ് ടേക്ക് ദിസ് മെഡിസിൻ റെഗുലർ, ഇത് ആരോടായിരിക്കും? ഇപ്പൊ ഇതില് ഒന്നും പറഞ്ഞിട്ടില്ല ആരോടാ പറയുന്നത്, പക്ഷെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇത് ആരോടായിരിക്കും പറയുന്നത്? patientനോട്. പേഷ്യന്റിനോട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയും എഴുതാം കേട്ടോ. ദ ഡോക്ടർ അഡ്വൈസ് ദ പേഷ്യന്റ് ടു ടേക്ക് ദ മെഡിസിൻ റെഗുലർലി. ചില സെന്റൻസിൽ നമുക്ക് ആരോടാണ് പറയുന്നത് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് ആ സെന്റൻസിൽ നിന്ന് മനസ്സിലാകും ഇത് ആരോടായിരിക്കും പറയുന്നതെന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ദ ഡോക്ടർ അഡ്വൈസ്ഡ് ദ പേഷ്യന്റ് ടു ടേക്ക് ദ മെഡിസിൻ റെഗുലർലി. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ. ഡയറക്റ്റ് സ്പീച്ച്. ദ ടീച്ചർ സെഡ് കോമ കൊട്ടേഷൻ മാർക്ക് എഴുതാം. റീഡ് ദ സെന്റൻസ്, റീഡ് ദ ലെസൺ കെയർഫുള്ളി. കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ്. ദ ടീച്ചർ സെഡ് കോമ റീഡ് ദ ലെസൺ കെയർഫുള്ളി. കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, സ്റ്റോപ്പ്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്തായിരിക്കും? ആദ്യം ഇതേ സെന്റൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യുക. റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? Advised അഡ്വൈസ്ഡ്. അപ്പൊ ഇത് ആരോടായിരിക്കും പറയുന്നത്? students. സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാൻ നോക്കിയേ. ദ ടീച്ചർ അഡ്വൈസ്ഡ് ദ സ്റ്റുഡൻസ്. പിന്നെ To ടു read the എഴുതണം. lesson carefully. റീഡ് ദ ലെസൺ കെയർഫുള്ളി. വെരി ഗുഡ്. അധ്യാപകൻ വിദ്യാർത്ഥികളോട് പാഠം ശ്രദ്ധയോടെ വായിക്കാൻ ഉപദേശിച്ചു. another
റിപ്പോർട്ടിംഗ് വെർബ് വെച്ചിട്ട് നോക്കാം. ഡയറക്റ്റ് സ്പീച്ച് സെന്റൻസ് ആണ്. ഫാദർ സെറ്റ് കോമ ലെറ്റ്സ് കൊട്ടേഷൻ മാർക്ക് LET പിന്നെ അപ്പോസ്ട്രോഫി S ഇടണേ. ലെറ്റ്സ് എന്നുവെച്ചാൽ ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ലെറ്റസിന്റെ ഷോർട്ട് ആയിട്ട് എഴുതിയാണ്. ലെറ്റസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയോ? ഫാദർ സെറ്റ് കോമ ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ഇവിടെ എന്തായിരിക്കും റിപ്പോർട്ടിംഗ് ഉദ്ദേശിക്കുന്നത്? സജസ്റ്റഡ് ആണോ? ഓർഡർ ആണോ? സജസ്റ്റഡ് ആണോ? ഓർഡർ അല്ല. അത് തന്നെ, ഓർഡർ അല്ലല്ലോ, ഒരു സജഷൻ കൊടുത്തേക്കുന്നല്ലേ, ഒരു നിർദ്ദേശം ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, ഫാദർ സജസ്റ്റഡ് വെക്കാം ഇവിടെ. എങ്ങനെ വരിക സെന്റൻസ് ഒന്ന് പറയാൻ പറ്റുമോ? ഫാദർ സജസ്റ്റഡ് ടു ഗോ ഫോർ എ വാക്ക്. ഓക്കെ, ഇവിടെ ഫാദർ ഇവിടെ ഹിമോ ഹെറോ ചേർത്തേണ്ടി വരും അവിടെ. മകനോ ഇവിടെ മകളോടാണല്ലോ പറയുക. ഇത് എന്താണ്, ഇത് നമ്മളോട് പറഞ്ഞ രീതിയിൽ നമുക്ക് എടുക്കാം. ഇപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഇവിടെ ഒരു ഫാദർ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ഗോ ഫോർ എ വി ഷുഡ് ഗോ ഫോർ എ വാക്ക് എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അത് നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിലും അതും ശരിയായിരിക്കാനും സാധ്യത. ലെറ്റസ് എന്നല്ല, അസ് ഇല്ലേ, അസ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. അസ് ഇവിടെ ഫാദർ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ഗോ ഫോർ എ വാക്ക്. അല്ലെങ്കിൽ അപ്പോ ദാറ്റ് എങ്ങനെ വന്നു? ടു അല്ലേ വരാറ്? ഇത് സജഷനിൽ എങ്ങനെയാണ് സെന്റൻസ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ദ ടീച്ചർ സജസ്റ്റഡ് ദാറ്റ് ദ സ്റ്റുഡന്റ് മീൻസ് വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദ ടീച്ചർ സെഡ് ലെറ്റസ് റീഡ് ദ ലെസൺ. അപ്പൊ അതും ഒരു നിർദ്ദേശമാണ്. അതിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അല്ല, അതിന്റെ ആൻസർ പറയുന്നത് ദ ടീച്ചർ സജസ്റ്റഡ് ദാറ്റ് ദ സ്റ്റുഡന്റ് ഷുഡ് റീഡ് ദാറ്റ് ലെസൺ. അത് ഇത്രയും കോംപ്ലിക്കേറ്റ്, അത് അത്രയും ഇത് ചെയ്യണ്ട കേട്ടോ. അത് അപ്പൊ സജസ്റ്റഡ് വന്ന നമ്മള് ടൂവിന് പകരം ദാറ്റ് യൂസ് ചെയ്യണോ? അങ്ങനെ ഉണ്ടോ? അതെനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ല കേട്ടോ, അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് വെർബ് പഠിച്ചാൽ മതി എന്ന് തോന്നുന്നു. അങ്ങനെ ചോദിച്ചത് എന്നാണല്ലേ? ലെറ്റ് അസ് എന്നാണ്. ലെറ്റ് അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോസ്ട്രോഫി എസ് ഇടുന്ന്. അപ്പൊ ലെറ്റസ് ഈ ലെറ്റ് വെച്ചിട്ടുള്ള സെന്റൻസുകൾ വരുമ്പോൾ ഇപ്പൊ ദ പ്രിൻസിപ്പൽ സെറ്റ് അല്ല ദ മദർ സെറ്റ് ലെറ്റസ് ക്ലീൻ ദ ഹൗസ്, അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കുമ്പോൾ മദർ സജസ്റ്റസ് ദാറ്റ് വി ഷുഡ് ക്ലീൻ ദ ഹൗസ്. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇപ്പൊ ലെറ്റ് വെച്ചിട്ട് വരുവാണെങ്കിൽ, ലെറ്റസ് അങ്ങനെ വെച്ചിട്ട് വരുവാണെങ്കിൽ വരുമായിരിക്കും. പിന്നെ ടെൻസിൽ മാറ്റം വരുമ്പോഴാ തോന്നൂല്ലേ ഷുഡ്. അതെ അതെ, അത് നമുക്ക് മാഡത്തിനോട് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെയായി എനിക്ക്, പക്ഷെ ടു ചേഞ്ച് ആയിട്ട് ദാറ്റ് വന്നപ്പോ അത് മനസ്സിലായില്ല. അതെ അതെ, അത് എനിക്കും കൺഫ്യൂഷൻ. അത് നമുക്ക് മാമിനോട് ചോദിക്കാം. അത് അത്ര ഇച്ചിരി ഇതായിട്ടുള്ളത് നമുക്ക് ആവശ്യമില്ലായിരിക്കും, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. ഇനി വേറൊരു സെന്റൻസ് നോക്കാമേ. അപ്പൊ ഇതിന്റെ
എക്സാമ്പിളിന്റെ ആൻസർ എഴുതണ്ടേ? അല്ല, എഴുതിയല്ലോ, എഴുതിയില്ലേ? ഇല്ല ഞാൻ കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ഇതിന്റെ ആൻസർ ഇതാണ് വരുന്നത്. ഏതാണ് നമ്മൾ ഫാദർ സെറ്റ് ഇതല്ലേ, ഫാദർ കോമ ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. അതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് വരുന്നത് ഫാദർ സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ഗോ ഫോർ എ വാക്ക്. അതാണ് അതിന്റെ ആൻസർ എഴുതിയിരിക്കുന്നത് കേട്ടോ. ലെറ്റ് വെച്ച് വരുമ്പോ ഇങ്ങനെയാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഞാന് പുറകോട്ട് ഇങ്ങനെ എക്സാമ്പിൾസ് നോക്കിയപ്പോൾ ലെറ്റ് വെച്ചിട്ട് വരുന്ന ലെറ്റസ് വെച്ചിട്ട് വരുന്ന അതിന്റെ ആൻസറുകൾ ഇങ്ങനെയാണ് വരുന്നത്. വി ഷുഡ് ഗോ, ഷുഡ് വി ഷുഡ് എന്നാണ് വരുന്നത്. ടെൻസ് മാറ്റാണോ? അതാണ് തോന്നുന്നു. ടെൻസ് അസ് വരുന്നത് ബി ആകും. അതെ, നമ്മൾ ലെറ്റസ് ഗോ ഫോർ എ വാക്ക്, അത് നമ്മൾ മലയാളത്തിൽ നമുക്കൊരു ഇതിന് നടക്കാൻ പോകാം എന്നല്ലേ പറയുന്നേ. അതാണ് വി ഷുഡ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ് വെച്ച് വരുമ്പോൾ വി ഷുഡ്, ദാറ്റ് വെച്ച് വി ഷുഡ് ആണ് എഴുതിയിരിക്കുന്നത് എല്ലാത്തിലും കേട്ടോ. അതൊരു എക്സാമ്പിൾ എഴുതിയാൽ മതി. നമുക്കൊന്ന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അത് നമുക്ക് മാമിനോട് ചോദിക്കാം കേട്ടോ. അടുത്ത കാറ്റഗറി നോക്കാം. ഡയറക്റ്റ് സ്പീച്ച്. ദ ഡോക്ടർ സെഡ് കോമ, ദ ഡോക്ടർ സെഡ് കോമ. സജഷൻ വരുമ്പോ, ഒരു മിനിറ്റ്, സജഷൻ വരുന്ന സമയത്താണ് തോന്നുന്നു നമ്മൾ ഷുഡ് ആഡ് ചെയ്യും. അതാണ്. പക്ഷെ സെന്റൻസിൽ ലെറ്റസ് വരണം. ഓർഡറിലോ സജഷനിലൊക്കെ അങ്ങനെ വരും തോന്നുന്നു. സജഷനിലാണ് ഇങ്ങനെ കണ്ടത് ഞാൻ. അടുത്ത കാറ്റഗറി നോക്ക. ഏത്? ഫസ്റ്റ് എക്സാമ്പിൾ ഡയറക്റ്റ് സ്പീച്ച്. ദ ഡോക്ടർ സെഡ് കോമ, കൊട്ടേഷൻ ഇത് ചെയ്ത ഡോണ്ട് സ്മോക്ക്. കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ഇതില് റിപ്പോർട്ടിംഗ് വെർബ് ഏതാണെന്ന് നോക്കാം. റിപ്പോർട്ടിംഗ് വെർബ് ഏതായിരിക്കും? ഡോക്ടർ സെഡ്. അതെ, ഓർഡേർഡ് അഡ്വൈസ് അല്ലേ? സോറി, അല്ല, അഡ്വൈസ് ആണോ സജഷൻ ആണോ? ഇത് അഡ്വൈസും അല്ല സജഷനും അല്ല. സെന്റൻസ് എന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഡോക്ടർ സെഡ് ഡോണ്ട് സ്മോക്ക്. ഡോണ്ട് സ്മോക്ക് എന്ന് പറയുന്നത് അഡ്വൈസിലും എന്തുവാണ്? ഇപ്പൊ സ്മോക്ക് ചെയ്താൽ എന്തെങ്കിലും ഒരു വാണ്ടാണ് വരുന്നത്. വാണ്ട്, മുന്നറിയിപ്പ് കൊടുത്ത്. ടൈം ആയോ? ഓക്കെ, ഒരു എക്സാമ്പിളും കൂടിയേ. ഇതൊന്ന് ഫിനിഷ് ചെയ്യാം മാം. ഇവിടെ വരുന്നത് വാണ്ട് ആണ് വരുന്നത്. വാണ്ട്, WARNED. റിപ്പോർട്ടിംഗ് വെർബ് വാണ്ട് ആണ് വരുന്നത്. ഒന്നുകൂടി വാണ്ട്. ദ ഡോക്ടർ വാണ്ട് ആരോടായിരിക്കും പറയുന്നത്? പേഷ്യന്റിനോടായിരിക്കും പറയുന്നത് അല്ലെ? ദ ഡോക്ടർ വാണ്ട് ദ പേഷ്യന്റ്. പിന്നെ ഇവിടെ ഡോണ്ട് ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ നോട്ട് ആഡ് ചെയ്യണം. നോട്ട് ടു സ്മോക്ക്. ഇത് വാണ്ട് കാറ്റഗറിയാണ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് എത്രണ്ണം ഉണ്ട് ടോട്ടല്? ടോട്ടൽ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ടെൽ, ആസ്ക്, കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, ബെഗ്, അഡ്വൈസ്, അർജ്, വാണ്ട്, റിമൈൻഡ്, ഫോർബിഡ്, എൻകറേജ്, ഇൻവൈറ്റ്. ഇങ്ങനെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് മെയിൻലി സാധാരണ വരുന്നത് ഈ കമാൻഡ്, അഡ്വൈസ്, മീൻസ് റിക്വസ്റ്റ്, അഡ്വൈസ്, വാണ്ട്, പിന്നെന്തോ സെഡ് മീൻസ് ടോൾഡ്, പറഞ്ഞു എന്നുള്ള ഇത് വരും. ഇതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും നമുക്ക് വരുന്നത്. റിപ്പോർട്ട് ഇപ്പൊ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് പല തരത്തില് പല എക്സ്പ്രഷൻ, നമുക്ക് എക്സ്പ്രഷനിലുള്ള സെന്റൻസുകൾ ഉണ്ടല്ലോ. ഒരുപാട് സെന്റൻസ് എല്ലാം ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. പക്ഷെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് അഡ്വൈസും, റിക്വസ്റ്റഡ്, സജസ്റ്റഡ്, പിന്നെ നമ്മൾ പറഞ്ഞു എന്നുള്ളത് ടോൾഡ്, അത്, പിന്നെ വാണ്ട്, കമാൻഡ്. ഇത്രയും നമുക്ക് നോക്കിയാൽ മതിയായിരിക്കും റിപ്പോർട്ടിംഗ് വെർബ്.
മെയിൻ തിങ് റിപ്പോർട്ടിംഗ് വെർബ് ഈ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സെന്റൻസുകളിൽ നോക്കിയാൽ മതി. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. ടു വെക്കുക, പിന്നെ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഡോണ്ട് എന്ന് വരുമ്പോൾ നോട്ട് വെക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ താങ്ക് യു മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക പറഞ്ഞേ. ഓക്കെ, വേജസ് കംപ്ലീറ്റ് ആയോ? ഇല്ലല്ലോ, ഇനി സരിതയും കൂടി